ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 55. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന കുറേ കുട്ടയും കയറുമുണ്ട്. ഈശോ അതിൻ്റെ പുറത്ത് കയറി നിൽക്കുന്നു. തോട്ടം നിറയെ ആളുകളാണ്. കായൽ തീരത്തും മണൽപ്പുറത്തും കരയിൽ വലിച്ചിട്ടിരിക്കുന്ന വള്ളത്തിൻ്റെ പുറത്തും ഒക്കെ ജനമിരിക്കുന്നു. ഈശോ പറയുന്നു, 100,000 പ്രാവശ്യം ദൈവജനം ദൈവത്തോട് വിശ്വസ്തത കാട്ടാതിരുന്നിട്ടും ദൈവം തൻ്റെ ജനത്തോട് കരുണ കാട്ടാതിരുന്നിട്ടില്ല. നിങ്ങൾ ഒരു ഉപമ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഒരു രാജാവിന് തൻ്റെ ആലയിൽ കുറേ നല്ല കുതിരകളുണ്ടായിരുന്നു. അതിലൊരു കുതിരയെ രാജാവിന് വലിയ കാര്യമായിരുന്നു. രാജാവിൻ്റെ കണ്ണും കരളും കുളിർപ്പിക്കുന്നതായിരുന്നു ആ കുതിര. തൻ്റെ രാജ്യത്തെ ഒരത്ഭുതം പോലെ ആകർഷണീയമാകണം ആ കുതിര എന്ന് രാജാവ് ആശിച്ചു. പക്ഷേ ഒരു ദിവസം ആ കുതിര അനുസരണമില്ലാതെ ഓടിപ്പോയി. രാജാവിന് ദുഃഖവും കോപവും വന്നു. കുതിരയെ ശിക്ഷിച്ച ശേഷം അതിന് മാപ്പ് കൊടുക്കാമെന്ന് രാജാവ് തീരുമാനിച്ചു. അതിനെ പിടിച്ചു കൊണ്ടുവരാൻ ആളുകളെ അയച്ചു. അതിന് സമ്മാനം കൊടുത്തു. കുതിര തന്നെ പൂർണ്ണമായും മറക്കാതിരിക്കുന്നതിന് പലതും ചെയ്തു. വീട് വിട്ടുപോയതിൻ്റെ ക്ലേശം കുതിര അനുഭവിച്ചെങ്കിലും സ്നേഹിക്കാനും ക്ഷമിക്കാനും രാജാവ് കാണിച്ച താല്പര്യം കുതിര കൂട്ടാക്കിയില്ല. അതിലെ നന്മ തിന്മയേക്കാൾ കൂടുതലായിരുന്നില്ല, നേരെ മറിച്ചായിരുന്നു. എങ്കിലും രാജാവ് കുതിരയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. കാലം കഴിയുന്തോറും കുതിരയ്ക്ക് മുഷടത്വം കൂടി വന്നു. ക്ഷീണിച്ച് അവശനായിട്ടും വേദന കൊണ്ട് കരഞ്ഞിട്ടും അത് സ്വയം പറഞ്ഞില്ല, ഇതെല്ലാം എൻ്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതാണെന്ന്. എല്ലാറ്റിനും രാജാവിനെ കുറ്റപ്പെടുത്തുകയാണ് ആ കുതിര ചെയ്തത്. എല്ലാ വിദ്യയും പ്രയോഗിച്ച് പരാജയപ്പെട്ട രാജാവ് അവസാനം ഒരു ശ്രമം കൂടി നടത്താൻ തീരുമാനിച്ചു. ഇതുവരെ ഞാൻ ആളെ അയച്ചതേയുള്ളൂ. ചങ്ങാതിമാരെയും ദാസന്മാരെയും അയച്ചു. ഇനി എൻ്റെ മകനെ തന്നെ അയക്കാം. എൻ്റെ മകൻ എന്നെപ്പോലെ തന്നെ. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കുറെ കൂടി ഭേദമാണ്, അതുകൊണ്ട് കൂടുതൽ കാരുണ്യവാനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് മകനെ അയച്ചു. ഇതാണ് ഉപമ. രാജാവ് തൻ്റെ കുതിരയെ സ്നേഹിച്ചിരുന്നുവോ? നിങ്ങൾ തന്നെ പറയൂ. സ്നേഹിച്ചിരുന്നു. ജനം വിളിച്ചു പറഞ്ഞു. രാജാവിനെ ഉപേക്ഷിച്ചു പോന്നതിൽ പിന്നെ തനിക്കുണ്ടായ കഷ്ടപ്പാടുകൾക്ക് കുതിര രാജാവിനെ പഴിക്കുന്നത് ശരിയാണോ? ശരിയല്ല, ജനം പറഞ്ഞു. രാജകുമാരൻ കുതിരയോട് ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതുക, ഞാൻ വന്നത് ഇക്കാര്യത്തിനാണ്. നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ചെയ്യും. പക്ഷേ ഒരു കാര്യം, നീ ഇനി അനുസരിക്കണം. എന്നോട് ആത്മാർത്ഥമായി പെരുമാറണം, വിശ്വസ്തത കാട്ടണം. കുതിര അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ അതിന് അർഹതപ്പെട്ടത് മരണമാണ്. കാട്ടുമൃഗത്തേക്കാൾ കഷ്ടമാണ് ഈ കുതിര. സുഹൃത്തുക്കളെ, ഇനി ഈ കുതിര എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചുവോ അത് നിങ്ങൾ സ്വയം ചെയ്യണം. നിങ്ങൾ സ്വർഗീയ പിതാവിൻ്റെ പ്രിയപ്പെട്ട ജനമാണ്. എൻ്റെയും നിങ്ങളുടെയും പിതാവാണ് ദൈവം. പ്രവാചകന്മാർക്ക് ശേഷം ദൈവം തൻ്റെ മകനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. രക്ഷാകര പ്രവൃത്തി എന്ന അത്ഭുതം പ്രവർത്തിക്കാൻ എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ ക്ഷണം നിരസിക്കാതിരിക്കൂ. മൃഗങ്ങളെക്കാൾ നികൃഷ്ടമായി പെരുമാറുന്ന മനുഷ്യർക്ക് ഹാ കഷ്ടം. നിയമം മോശയ്ക്ക് കൊടുത്തിട്ട് ഏറെ കാലമായി. ലോകത്തിൻ്റെ പൊടിപടലങ്ങൾ ആ നിയമസംഹിതയിന്മേൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നിയമത്തിനെതിരായി പ്രവർത്തിച്ചത് ക്ഷന്തവ്യമാണ്. ഈ നിമിഷം വരെ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടാവുന്നതാണെങ്കിൽ കൂടി ഇനി അങ്ങോട്ട് അത് സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്തെത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, പാവപ്പെട്ടവർ മുന്നോട്ട് വരട്ടെ. ദൈവം തനിക്ക് മാപ്പ് തരുന്നതിന് ഒരാൾ നിങ്ങൾക്കായി നല്ലൊരു തുക എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. വാർദ്ധക്യം കൊണ്ട് അവശരായ 3 ആളുകൾ മുന്നോട്ട് വന്നു. 2 പേർ കുരുടന്മാരാണ്, 3-മൻ മുടന്തനും. അവരുടെ പിന്നാലെ പട്ടിണി കിടന്ന് ശോഷിച്ച വിധവയും 7 കുട്ടികളും മുന്നോട്ട് വന്നു. പണസഞ്ചി കൊണ്ടുവന്ന് 6ആയി ഭാഗിച്ചു. 1 ഒരു വലിയ പങ്ക്. അതിലെല്ലാം വെള്ളി നാണയങ്ങളാണ്. മുടന്തൻ്റെ കയ്യിൽ പണക്കിഴി വച്ചു കൊടുത്തു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ ധർമ്മത്തേക്കാൾ ആവശ്യം അങ്ങ് എന്നെ സുഖപ്പെടുത്തുകയാണ്. സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ വലിയവർ ചവിട്ടി മെതിക്കുന്ന ഒരു കൃമിയാണ്. ഇങ്ങനെ ഒരു പിച്ചക്കാരൻ്റെ മേൽ അങ്ങ് കരുണ കാണിക്കുമെന്ന് വിചാരിക്കാൻ ധൈര്യപ്പെട്ടില്ല. എന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും ഞാൻ കരുണ കാണിക്കുന്നു. അയാളുടെ വളഞ്ഞ നട്ടെല്ലിൽ മെല്ലെ കൈയോടിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. അയാൾ നേരെ നിവർന്നു നിന്നു. അയാൾ നിർത്താതെ ഈശോയെ സ്തുതിച്ചു. കുരുടന്മാർക്കുള്ള വീതം കൊടുത്തിട്ട് പറഞ്ഞയക്കുന്നതിന് മുൻപ് അല്പനേരം ഈശോ കാത്തു നിൽക്കുന്നു. പിന്നീട് അവരെ പറഞ്ഞയച്ചു.
വേറൊരാളുടെ കഥന സഹതാപപൂർവ്വം കേൾക്കുന്നു. എനിക്ക് എൻ്റെ മകൾ മാത്രമേ ഉള്ളൂ. അവൾ മരിക്കുകയാണ്. അങ്ങ് വന്ന് അവളെ കണ്ടിരുന്നെങ്കിൽ അവൾക്ക് അങ്ങയുടെ അടുത്ത് വരാൻ നിവൃത്തിയില്ല. ഞങ്ങളുടെ മേൽ കരുണ കാട്ടണമേ. വീട്ടിൽ പൊയ്ക്കോളൂ. നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ മകൾ വാതിൽക്കൽ നിൽക്കുന്നുണ്ടാവും. കഴിഞ്ഞ 3 വർഷമായി അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട്. ഇപ്പോൾ മനസ്സിലായി. നല്ലവനായ ഗുരു, നന്ദി. അങ്ങും അങ്ങേ അയച്ചവനും വാഴ്ത്തപ്പെടട്ടെ. വൃദ്ധൻ പോകുന്നു. തിരിഞ്ഞു നോക്കിയിട്ട് അയാൾ പറഞ്ഞു, അങ്ങ് പാവപ്പെട്ട വീട്ടിലേക്ക് വരില്ലേ? അങ്ങയുടെ പാദം കണ്ണീര് കൊണ്ട് കഴുകി ചുംബിക്കുന്നതിനും സ്നേഹത്തിൻ്റെ അപ്പം നൽകുന്നതിനും അവൾ കാത്തിരിക്കും. ഈശോയെ, ഞാൻ അങ്ങയെപ്പറ്റി നഗരവാസികളോട് സംസാരിക്കും. ഞാൻ വരും, സമാധാനമായി പോകൂ. പിന്നെ ആ സ്ത്രീയെയും 7 കുട്ടികളെയും വിളിച്ചിട്ട് അവളോട് ചോദിക്കുന്നു, നിന്റെ ഭർത്താവ് മരിച്ചിട്ട് എത്ര നാളായി? 3 മാസം. നിനക്ക് എത്ര വയസ്സായി? 27. ഈ കുട്ടികളെല്ലാം നിൻ്റേതാണോ? അതേ ഗുരു, എനിക്ക് അവർ മാത്രമേ ഉള്ളൂ. ഇത്രയും കുട്ടികളുള്ള എന്നെ ആരും പണിക്ക് നിർത്തുന്നില്ല. അയാൾ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞു. ആൻഡ്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു. ആൻഡ്രു എന്തു പറയണമെന്നറിയാതെ വിഷമിക്കുന്നു. അവസാനം പറയുന്നു, ആ സ്ത്രീയുടെ ഭർത്താവ് എൻ്റെ കൂട്ടുകാരനായിരുന്നു. നല്ല മനുഷ്യൻ. കൊടുങ്കാറ്റിൽ മരിച്ചു. വള്ളവും നഷ്ടമായി. സ്ത്രീയെ, ഇതെടുത്തുകൊള്ളൂ. കുറേ നാളത്തേക്ക് ഇതുകൊണ്ട് കഴിയാം. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സൂര്യൻ ഉദിക്കും. നല്ലവളായിരിക്കൂ. നിങ്ങളുടെ കുട്ടികളെ ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് വളർത്തൂ. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കില്ല. അവസാനം വന്ന വൃദ്ധൻ തനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നു. ഈശോ ഒന്നും മിണ്ടുന്നില്ല. മറ്റുള്ളവർക്ക് കൊടുത്തതിൻ്റെ 6 ഇരട്ടി ആ സ്ത്രീക്ക് കൊടുത്തു. ഞാൻ ദരിദ്രരാണ്, വയസ്സനാണ്, രോഗിയാണ്. അദ്ദേഹം പറയുന്നു, നമ്മൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണമെന്ന്. നിന്റെ തൊട്ടുപിറകിൽ മരണം നിൽക്കുന്നു. എന്നിട്ടും നുണ പറഞ്ഞു. വിശക്കുന്നവർക്ക് കൊടുക്കുന്നത് കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു. ഞാൻ മിണ്ടാതിരിക്കൂ. എൻ്റെ മൗനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങളെ പരിഹാസപാത്രമാക്കണോ? ഞാൻ പാവപ്പെട്ടവനാണ്. അല്ല, നിങ്ങൾ ലുബ്ധനാണ്, കള്ളനാണ്. ഞാൻ ദൈവം സാക്ഷിയായി പറയുന്നു. മിണ്ടാതിരിക്കൂ. നിങ്ങൾ കള്ളസാക്ഷ്യം ചെയ്യരുത്. നിങ്ങളുടെ വാർദ്ധക്യത്തോട് ഞാൻ ബഹുമാനം കാട്ടിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ നിറച്ച പണസഞ്ചി ഞാൻ കണ്ടെടുക്കുമായിരുന്നു. ഇവിടെ നിന്ന് പോകൂ. തൻ്റെ കള്ളി പുറത്തായപ്പോൾ അയാൾ സ്ഥലം വിട്ടു. എല്ലാവരും അയാളെ കള്ളൻ എന്ന് വിളിച്ച് പരിഹസിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. നിശബ്ദരായിരിക്കൂ. അയാൾ ചെയ്തത് തെറ്റായിരിക്കാം. ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ പരിഹസിക്കുകയല്ല വേണ്ടത്. പരിഹസിച്ചാൽ നിങ്ങളുടെ പ്രവൃത്തി പരസ്നേഹം ഇല്ലായ്മയാണ് കാണിക്കുക. ദൈവമല്ലാതെ ആരും പരിപൂർണരല്ല. അയാൾ പാവങ്ങൾക്കുള്ളത് മോഷ്ടിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് അയാളുടെ മുഖംമൂടി മാറ്റിക്കാട്ടിയത്. അങ്ങനെ ചെയ്തത് എന്നെ മാത്രം വേദനിപ്പിച്ചുവെന്ന് പിതാവിന് മാത്രമേ അറിയാവൂ. ദൈവത്തെ സാക്ഷി നിർത്തി കള്ളം പറയരുത്. നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവർത്തികൾ പോലെ തന്നെ ആത്മാർത്ഥവും സത്യസന്ധവുമായിരിക്കട്ടെ. ഈ ജീവിതം നശ്വരമല്ല. നിങ്ങൾ ഒരു ദിവസം മരിക്കും. മരണദിവസം നിങ്ങളുടെ ആത്മാവിൽ സമാധാനം അനുഭവപ്പെടത്തക്ക രീതിയിൽ ജീവിക്കുക. കർത്താവെ, കരുണ കാട്ടണമേ. എൻ്റെ മകന് ചെവി കേട്ടുകൂടാ. ഒരു പിശാച് അവനെ ബാധിച്ചിരിക്കുന്നു. ഒരാൾ പറയുന്നു, എൻ്റെ ഈ സഹോദരൻ ഒരു വൃത്തികെട്ട ജന്തുവിനെ പോലെയാണ്. അവൻ ചെളിയിൽ കിടന്നുരുളുകയും അമേദ്യം ഭക്ഷിക്കുകയും ചെയ്യുന്നു. സഹായം അഭ്യർത്ഥിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഈശോ ചെല്ലുന്നു. കൈ ഉയർത്തി ആജ്ഞാപിക്കുന്നു, ഇവരിൽ നിന്ന് പുറത്തു വരിക. ദൈവത്തിൻ്റെ സൃഷ്ടികളെ ദൈവത്തിനായി വിട്ടേക്കുക. അട്ടഹാസത്തോടും അലർച്ചയോടും കൂടി ആ 2 ആളുകളും സുഖം പ്രാപിക്കുന്നു. സ്ത്രീകൾ അവരെ കൊണ്ടുവന്ന് മുട്ടിന്മേൽ നിർത്തുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും സമാധാനം. പൊയ്ക്കൊള്ളൂ. പിന്നീട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ചങ്ങാതിമാരെ, ഇസ്രായേലിനെ അവരുടെ വാസസ്ഥലമാക്കി മൂകരും ജന്തുക്കളെപ്പോലെ ജീവിക്കുന്നവരും മാത്രമല്ല പിശാച് ബാധിതർ. സത്യസന്ധതയും സ്നേഹവുമില്ലാത്ത ഹൃദയങ്ങളാണ് പിശാച് ബാധയുടെ ലക്ഷണം. അവരുടെ ഹൃദയങ്ങൾ എല്ലാത്തരം പാപങ്ങളുടെയും ചെളിക്കൊണ്ടാണ്. ദൈവമേ, ഈശോ പരീക്ഷീണനായി ഇരിക്കുന്നു. ഗുരു, അങ്ങ് തളർന്നുവോ? പ്രിയപ്പെട്ട ജോൺ, തളർന്നിട്ടില്ല. മനുഷ്യഹൃദയങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ, നന്നാകാനുള്ള അവരുടെ വൈമുഖ്യം കാണുമ്പോൾ എൻ്റെ മനസ്സിടിയുന്നു. ഞാൻ വന്നു, പക്ഷേ മനുഷ്യൻ. പിതാവേ, ഗുരു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അതെനിക്കറിയാം. പക്ഷെ നിങ്ങൾ വളരെ ചുരുക്കം പേരല്ലേ ഉള്ളൂ. മനുഷ്യരെ രക്ഷിക്കാനുള്ള എൻ്റെ ഉത്സാഹം എത്രയോ വലുതാണ്. ഈശോ ജോണിനെ ചാരിയിരിക്കുന്നു. പത്രോസ്, ആൻഡ്രു, ജെയിംസ് എന്നിവർ ഈശോയുടെ അടുത്ത് വന്ന് നിന്ന് ആശ്വസിപ്പിക്കുന്നു.